മുംബൈ ഭീകരാക്രമണത്തിൻ്റെ 16-ാം വാർഷിക ദിനമാണെന്ന്. ഈ ദിനത്തിൽ ഭീകരാക്രമണമുണ്ടായ സ്ഥലങ്ങളിൽ ജനങ്ങൾ ഒത്തുകൂടുകയാണ്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിലും ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അനുസ്മരിച്ച് വിവിധ പരിപാടികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത പൊട്ടായി ഈ സംഭവം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിലും മറക്കാൻ കഴിയില്ല. എന്നാൽ മുംബൈയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും പറയൂ. തീർച്ചയായും SK, ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലെ നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു കറുത്ത ഏടായി ആ ഒരു ദിനം ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു അതിജീവനത്തിൻ്റെ പ്രതീകമായി അതിങ്ങനെ മാറുകയാണ്. എത്ര വലിയ ഭീകരാക്രമണം സംഭവിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുംബൈ ഇങ്ങനെ തിരിച്ചു വന്നു. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇതിപ്പോൾ എനിക്ക് പുറകിൽ ഈ കാണുന്നത് താജ്. ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നമ്മളെ ഓർമ്മകളിലൊക്കെയുള്ള ചിത്രങ്ങൾ താജിൽ ഇങ്ങനെ തീപിടിച്ച് കത്തുന്നതും താഴെ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയുമാണ് ഒരുപക്ഷെ ആ ദിനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. അതിനൊപ്പം തന്നെ CST റെയിൽവേ സ്റ്റേഷനിലൂടെ തോക്കുമായി കസബ് ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ചയും നമ്മളുടെ ആ ഒരു ഫോട്ടോയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കസബിനെതിരെ മൊഴി കൊടുത്ത ആ പെൺകുട്ടിയുടെ ഒരു ധീരതയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി നൽകിയതാണ്. ഇന്നിപ്പോൾ രാവിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ വന്നപ്പോൾ, അതായത് താജിന് നേരെ ഓപ്പോസിറ്റാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മുന്നിൽ വന്നപ്പോൾ ഇവിടെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് പല പരിപാടികൾ കാണുന്നു. പലതരത്തിൽ ഈ ഒരു ദിനത്തെ അതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളെയൊക്കെ കണ്ടു. ഇവിടെ ഇപ്പോൾ കുറച്ച് ആളുകൾ ഈ സാംഗ്ലിയിൽ നിന്ന് ഓടി വന്നിട്ടുള്ള, സാംഗ്ലിയിൽ നിന്ന് 5 ദിവസം കൊണ്ട് ഇങ്ങോട്ട് ഈ ഒരു ദിനത്തിന്റെ പ്രചാരണാർത്ഥം ഓടി വന്നിട്ടുള്ള ആളുകളാണ്. अब सांगली से दौड़ के आया 470 किलोमीटर 470 कितना दिन लगा? 6 दिन लगा। 6 दिन। अच्छा, अब कितने मेंबर्स है आपका टीम? हमारे टोटल 13-14 लोग हैं, 13-14 रनर्स है। 13-14 10-14 പേർ അങ്ങ് സാംഗ്ലിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്ററിലധികം ഓടി 6 ദിവസം കൊണ്ട് ഓടി മുംബൈയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി. അങ്ങനെ പലതരത്തിൽ ഈ ദിവസത്തെ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിലനിർത്താൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അല്പസമയത്തിനകം താജിൽ, ഈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏട് നടന്ന താജിൽ അനുസ്മരണ പരിപാടികൾ നടക്കും. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങളടക്കം ഇങ്ങോട്ടെത്തും. ഞാൻ അല്പസമയം മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നു. മാധ്യമങ്ങളോടൊക്കെ ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം വൈകാരികമായി മറ്റൊരു തലത്തിലാണ് ഈ ഒരു ദിവസത്തിൽ അങ്ങനെ ജീവൻ പൊലിഞ്ഞ ആളുകളുടെയൊക്കെ കുടുംബാംഗങ്ങൾ നോക്കിക്കാണുന്നത്. ഏതായാലും 11 മണിയോടെ ഈ പരിപാടി നടക്കുമെന്നതാണ് അറിയുന്നത്. അത്തരം പരിപാടികൾ ഇവിടെ നടക്കുന്നു. അങ്ങനെ മുംബൈയിലെങ്ങും ഈ ദിനവുമായി ബന്ധപ്പെട്ട പലതരം പരിപാടികൾ നടക്കുന്നുണ്ട്. രാജ്യത്ത് നടന്ന ഒരു ദുരന്തം എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു അതിജീവനത്തിൻ്റെ, ഇന്ത്യ എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് ഓരോ മുംബൈ ഭീകരാക്രമണ വാർഷിക ദിനവും. നമുക്കറിയാം, ഈ ഭീകരാക്രമണത്തിന് ശേഷം പല മാറ്റങ്ങൾ നഗരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുംബൈ പോലീസിൻ്റെ ഫോഴ്സ് 1 പോലെ ശക്തമായ ഒരു സംവിധാനം മുംബൈയിലെങ്ങും തന്നെ ഉണ്ട്. ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ അതിവേഗം ചെറുക്കാനുള്ള നടപടികൾ, ഒപ്പം തന്നെ NSG, അന്ന് ദില്ലിയിൽ നിന്ന് NSG കമാൻഡോസ് ഇവിടെ എത്താൻ എടുത്ത സമയമൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. എന്തായാലും ഈ ഭീകരാക്രമണം നമ്മുടെ